ഗൈസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഫുള്ള് അനുവിന്റെയും ജീവന്റെയും റീൽസ് ആണ്, BGM ആണ്. പണ്ട് യുനോ അങ്ങനത്തെ കുറെ ലവ് കോട്ട്സ് ഒക്കെ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. ലൈക്ക് യുനോ ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ടു ബി ഫ്രാങ്ക് സംസാരിക്കുന്നത്. കാരണം എനിക്ക് അനുവിനെ അറിയില്ല, അനുവിനോട് ഈ കാര്യം ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പണ്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയി. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോകുന്ന ലവ് ബ്രേക്കപ്പ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ പോലും ഉണ്ടാവും ഒരുപക്ഷെ പണ്ട് എല്ലാം അറിയാവുന്ന ആളായിരുന്നു, ഇപ്പൊ ഒട്ടും ഒന്നും അറിയാത്ത സ്ട്രേഞ്ചർ ആയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിലുണ്ടാവും. ലൈഫാണ്, ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ മച്ചാമാര്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. പ്രേമിച്ചവരെ തന്നെ കിട്ടണം. പ്രേമിച്ചവരെ ഇൻ ദ സെൻസ് പ്രേമിച്ച അവരെ, ആ വ്യക്തി എന്നാണ് കേട്ടോ, അല്ലെ അവരെ അല്ല, ലോട്ട് ഓഫ് പീപ്പിൾ അല്ല, പ്രേമിച്ച അവരെ തന്നെ കിട്ടണം. നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പൊ കിട്ടിയ ആളെ പ്രേമിക്കേണ്ട അവസ്ഥ വരും. ആ കിട്ടിയ ആളെ കിട്ടുമെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല. ആ കിട്ടിയ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ നടക്കാനും പറ്റില്ല. ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ലൈവില് കാണിച്ച പല സംഭവങ്ങളും എപ്പിസോഡിൽ കാണിച്ചില്ല. അപ്പൊ എനിക്കും പേഴ്സണലി തോന്നി, ഈ ഇൻ കേസ് അത് അങ്ങനെയാണെങ്കിൽ അനു, ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനു അത് ഓവറായിട്ട് പ്രേക്ഷകരുടെ ഇടയിലോട്ടൊരു സാധനം ഇട്ട് കൊടുക്കുമെന്ന്. ഇട്ട് കൊടുക്കാഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഇത്രയും റീൽസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തൊട്ടനും പിടിച്ചിന് കരയും മലമുണ്ടാക്കുകയും ചെയ്യുന്ന അനു നല്ല കൂളായിട്ട് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ആളെ ഒട്ടും മൈൻഡ് ചെയ്തില്ല. യുനോ പോവാൻ നേരത്താണെങ്കിലും അതിലേക്ക് മുഴയ്ക്കോ ആർക്കോ ഇങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് അനു ഇങ്ങനെ പെട്ടെന്ന് പോയി. പിന്നെയാണ് ജീവൻ ചെന്നിട്ട് ഹായ് കൊടുത്തത്. അപ്പോഴും ഒരു ഹായ് കൊടുത്ത് മുഖം പ്ലിങ്ങോ തന്നെയായിരുന്നു. ബിക്കോസ് ആ ആൾക്ക് വേണ്ട, അനു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ജീവൻ എന്ന് പറയുന്ന ആൾ എക്സിസ്റ്റ് ആണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ഷീ മാനേജ്ഡ് വെരി വെൽ. ആ ഒരു മെന്റൽ ഇറിറ്റേഷൻ, ആ ഒരു മെന്റൽ സ്റ്റക്കപ്പ്, ആ ഒരു ഇമോഷനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഓക്കെ എന്നുള്ളൊരു മൈൻഡിലിരുന്നു. പക്ഷേ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, ജീവനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അനുവിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ജീവൻ സംസാരിക്കുന്നു, അനുവിനെ നോക്കുന്നു, അനുവിനെ ഫോക്കസ് ചെയ്യുന്നു, ജീവൻ സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു ക്ലിന്റൺ മോണിക്ക ബന്ധം ബിഗ് ബോസ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു യുനോ മരിച്ച മാതിരിയാണ് എങ്ങനെ ഇരിക്കുന്ന, ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്നുള്ള രീതിയിൽ ഒരു ഇമോഷൻസും പുറത്ത് കാണിക്കാതെയാണ് ഇരുന്നത്. ലൈവിൽ കാണിച്ചിട്ട് ലൈവിൽ പെട്ടെന്ന് അങ്ങനെ പോയി സംസാരിച്ചെന്നുണ്ടെങ്കിലും ഒരു അലറി പൊളിച്ചുള്ള കരച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ സങ്കടങ്ങളും നമുക്കറിയാലോ. വെദർ ഹീസ് എ ബോയ് ഫ്രണ്ട് ഓർ വെറും ഫ്രണ്ട് എന്തോ ആണ്. കാരണം ഇപ്പൊ ഒരു റീല് ഇത് കണ്ടു, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടു. അപ്പൊ എന്താണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണെങ്കിലും ചീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആളുടെ മൈൻഡിലോട്ട് ഈ കഴിഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ മൈൻഡിന്റെ ഒരു വൃത്തിയായിട്ട അവസ്ഥ. നമ്മൾ കാണേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് റിസംബിൾസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് ഇരുന്ന് സംസാരിച്ച സ്ഥലങ്ങൾ കാണുമ്പോഴേക്കും മെമ്മറി ഭയങ്കരമായിട്ട് ബാക്ക് ഹിറ്റ് ചെയ്യും. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അനുവിന് ഇന്നലെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ എന്നാലും അനു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ട്, ബിക്കോസ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. അനുവിന്റെ കാര്യങ്ങൾ ഇത്ര എന്താ പറയാ, ഭയങ്കര വാചലമായിട്ട് പല ആൾക്കാരും അങ്ങനെയായിരുന്നു, എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ട് ഞെട്ടി, എന്തോ നമുക്കറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. ബട്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് ദ ബോക്സ് ഷീ മാനേജ്ഡ് വെരി വെൽ. ഒരു അലമ്പുണ്ടാക്കിയോ അല്ലെങ്കിൽ അയാളോട് ഒരു കുത്തി സംസാരിക്കുക ഒന്നുമില്ല. മാറി ഡൈവേർട്ട് നിന്ന് അയാളാണ് പോകാൻ നേരത്തെ ഹായ് പറഞ്ഞിട്ട് പോയത്. അപ്പോഴും അനുവിന്റെ ഫേസ് ഇത്തിരി ക്ലിഞ്ഞോന്നായിരുന്നു. അപ്പൊ എല്ലാത്തിലും പൊട്ടിത്തെറിച്ചു തുടങ്ങിയ അനു ഈ ഒരു ക്യാരക്ടറിൽ ഭയങ്കര മെച്ചൂരിറ്റി കാണിച്ചു അല്ലേ.